എല്ലാവരും കൂടെ തീരുമാനം എടുത്തു. ഞാൻ ഒരാളൊരു കാര്യം പറയാൻ ഇടയ്ക്ക് സംസാരിക്കരുത്. എല്ലാവരും എല്ലാവരും പറയല്ലേ? ചിരിച്ചു കേട്ടാ മതി. ഞാൻ പറയണമെന്ന് കേട്ടാ അതെ, ഞാൻ പറയണമെന്ന് കേട്ടാ മതി. 3 മണിക്ക് നമുക്ക് അവിടെ എത്തണം. ബസ് വരും. എന്തായി 3 മണിക്കാണ് സംസ്കാരം. ബസ്സിൽ പോയി അതെ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് വരാൻ അവൻ 2 കാര്യം ചെയ്യാം. നമുക്ക് അനത്തിനെ ജോഷ്യം കൊണ്ടുപോകാം. ആരെയും 2 പേരും മാറി പോയാലോ? ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയതാണ്. എന്തായാലും അവർ വരാൻ റെഡിയുമാണ്. അപ്പോൾ അത് തീരുമാനം മാഷ അങ്ങനെയല്ല ആലോചിച്ചത്. ശനിയാഴ്ചയല്ലേ ഒന്നുമില്ലെങ്കിലും എനിക്കറിയാം നല്ല തലവേദനയുണ്ട്. അപ്പൊ ഇവരാണെങ്കിൽ വരാൻ റെഡിയാണ്. അപ്പൊ അങ്ങനെ അത് പോരെ? നിങ്ങളിങ്ങനെ തീരുമാനം എടുത്ത് ഞാൻ ഇടയ്ക്ക് സംസാരിക്കരുത്. ഞാനൊരു കാര്യം പറയല്ലേ, ഇപ്പൊ ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല. നമ്മള് ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ഈ തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ? അല്ല, നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഈ തീരുമാനം എടുത്തത് ഞാൻ എന്തിനാ? നമുക്ക് നല്ല മാഷ കഴിഞ്ഞിട്ടാണ് ഞാനൊരു കാര്യം പറയുമ്പോൾ ഇടയ്ക്ക് സംസാരിക്കരുത്. നിങ്ങളിങ്ങനെ എല്ലാവരും കൂടി തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാ ഇവിടെ നോക്കുകയോ? ഇത് പറയും. പക്ഷേ സ്കൂളിൽ റെപ്രസെൻറ്റേറ്റീവ് 2 പേര് പോയാൽ പോരാ, എല്ലാവരും കൂടി പോകണോ? ഇത് കുമാരമാഷിനെ ഞങ്ങൾക്ക് ആർക്കും പരിചയമില്ല. മരിച്ച ആൾ കണക്കെടുക്കൊന്നുമില്ലല്ലോ. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ തീരുമാനം എടുത്ത് ഞാൻ പറഞ്ഞാൽ എല്ലാവരും നോക്കും. ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി. കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. എല്ലാവരും കൂടി പോകണം. 3 മണിക്ക് നമ്മളവിടെ എത്തുകയും ചെയ്യും. അല്ല രാവിലെ പോരും അല്ലേ? രാവിലെ പോരും. എല്ലാവരും റെഡിയാ? അല്ല, ആയിട്ടില്ല. രാവിലെ പോയി നമ്മളെല്ലാവരും പോകും. നിങ്ങൾക്ക് എന്റെ കൂട്ട് വരാനുള്ളവർക്ക് വരാം. ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ നോക്കാം. നമ്മളെല്ലാവരും പോയി നമ്മളവിടെ എത്തുകയും പോരെ? എന്താ എനിക്കൊന്നും പറയാനുണ്ടോ? ഞാൻ ബസ്സുമായിട്ട് ഇപ്പോൾ വരും. എൻ്റെ കൂട്ടി വരാനുള്ളവർക്ക് വരാം. ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ നോക്കാം. എന്താ എനിക്ക് വല്ലതും പറയാനുണ്ടോ? അങ്ങനെ ഇറേസ് ചെയ്തതാ. ചായ കേട്ടോ? പൊതുവെ ചായയാണ് കാപ്പിക്കാർ വളരെ പൊതുവെ എല്ലായിടത്തും രാവിലെ തന്നെ വരുമ്പോൾ ഇവിടെ ടാഗ് ഉണ്ടായിരുന്നു. ഡയറക്ടർ സാറിന്റെ കോസ്റ്റ്യൂം എടുക്കുകയാണ്. ഡയറക്ടർ സാറിന്റെ കോസ്റ്റ്യൂം ഔട്ട്ഫിറ്റ് ആണ്. ഔട്ട്ഫിറ്റ് എത്ര റേറ്റ് ചോദിച്ചു? പുതിയ സോക്സ് ഇട്ടോണ്ടിരിക്കുകയാണ്. അതെ, ഔട്ട്ഫിറ്റ് ഫോർ ദ ഡേ. എന്താണ് മറ്റേ റീലിൽ വരുന്ന സംഭവത്തിന് പറയും ഹൗ മച്ച് യുവർ ഔട്ട്ഫിറ്റ് വർത്തല്ലേ? ഇതൊരു
ഒരു 1300 പാൻറ്റിനൊരു ഇതെവിടുത്തെയാ 2400 ഉണ്ടാവും. ഇതിനാ ജെട്ടിക്കൊരു 800 ഉണ്ടാവും. 400 3500 റുപ്യ മിനിമം. ഇതുവരെയുള്ള ജെറ്റ് 1500 രൂപ. ആയിഷ്. കേട്ടെ ഉണ്ണുണ്ണിയുടെ മണ്ടക്കറിയാ ലൈറ്റർ അല്ലേ ലൈവായിട്ട് അയച്ചു ഭാരതേട്ടൻ. സുപ്രമസി. അതെ രണ്ടേ പൂജ അത് അതിന് വേണ്ടിട്ടല്ലേ ഇനി എപ്പോഴേലും ഒന്ന് നമ്മള് മാത്രം അറിഞ്ഞാൽ പോരല്ലോ. എല്ലാവർക്കും കയറാം കുഴപ്പമില്ല പൂജക്ക് പൂജ പൂജ മാത്രം മതി വേറെ ഒന്നും വേണ്ട റീത്തിന് എഴുതി വെച്ചോ അത് എഴുതി വെച്ചോ പേര് വേണം പ്രൊജക്ടിന്റെ നെയിം വേണം. നമ്പർ 1 എന്താ യും കൂടി ആഡ് ചെയ്യണോ? അല്ല WREAT അങ്ങനെയാ അല്ല പക്ഷെ എനിക്കറിയില്ല ഫിലിം നെയിം അങ്ങനെ തന്നെയാണോ എഴുതണത് WR എഴുതിക്കോളൂ ഇത് മലയാളത്തിൽ എഴുതണ നീ. ഡയറക്ടറിന് അറിയില്ല എന്ന് പറയും നോട്ടെ ഡയറക്റ്റഡ് ബൈ അങ്കിരസ്. ഡബ്ല്യൂന്റെ ഒരു ചെരുവ് ഉണ്ടാവും പക്ഷെ എന്റെ ഫിലിം ബൈ അങ്കിരസ് ഇവിടെയോ ഇനി ഇവിടുന്ന് തുടങ്ങിക്കോ കുറച്ചും കിട്ടുന്നു. പേര് ഫുള്ള് തകണി. അങ്കിരസ് മാത്രം മതി. അതൊന്നും വേണ്ടായിരുന്നുണ്ടോ? ഡ്രീം കം ട്രൂ ഉണ്ണികൃഷ്ണൻ. യു എന്നിട്ടാ മതി. UNN IKRI ബാക്കി ക്രിഷ് He is coming back with a bang. കുറച്ചുകൂടി ഇപ്പുറത്തുനിന്ന് എഴുതാം. ഇവിടെ രണ്ട് കുത്തിരി കോളണ്ടില്ലേ അതന്നെ. കരി കിട്ടോ പൊട്ടിക്കോ പരത്തെ ഞാൻ പിടിക്കാം അല്ല ഇത് ജസ്റ്റ് ഒന്ന് ഒഴിഞ്ഞിട്ട് ഇതിലിവിടെ കത്തിച്ച് വെച്ചിട്ട് ഒന്ന് മുത്തശ്ശി ഒഴിഞ്ഞോളൂ ഞാൻ പൊട്ടിക്കാം കണ്ണിന്റെ അവിടെ വെച്ചോളൂ പപ്പാതിയാക്കിട്ടല്ലേ അതിൽ കപ്പൂരം വെച്ചിട്ട് കണ്യാനം കളിക്കണം. കുഞ്ഞിനെ സൈലന്റ് അങ്ങോട്ടല്ല പിടിച്ചോളൂ കൈ പിടിച്ചോളൂ
അത് കുഞ്ഞോളൂ അല്ലേ? മറ്റേ സ്ക്രിപ്റ്റ് ഇത് അവിടെ വെച്ചോളൂ. എല്ലാവർക്കും പക്ഷെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമസ്കരിക്കാം. കുഴിയുണ്ടോ? അവിടെ തട്ടി പൊട്ടണം, അവിടെ തട്ടി തിരിച്ചു തരരുത്. ഞങ്ങൾ മാറിയിരിക്കും. മറ്റേ ഉണ്ടല്ലോ ക്ലാബ് ബോർഡ് അങ്ങ് അടിച്ച് ഉദ്ഘാടനം ചെയ്താലോ? ഉടക്കണം. എവിടെ ഉടക്കണം? അവന്റെ ഉടക്കലായതുകൊണ്ട് പറയാൻ അത് ഇങ്ങോട്ട് വരും ചിലപ്പോ. ഇത് എറിഞ്ഞ് പൊട്ടിക്കല്ലേ? എങ്ങനെയാ വേണ്ടേ? ചെയ്തോളൂ. അങ്ങനെയാവാ. ഇവിടെ എറിയല്ലേ? എറിഞ്ഞോളൂ, എറിഞ്ഞോളൂ. ആ ക്ലാപ്പ് ഉണ്ടല്ലോ, കിഴക്കോട്ട് നോക്കിയിട്ടൊന്ന് ക്ലാപ്പ് അടിക്കും. അങ്ങനെയല്ലേ? ഇങ്ങനെ അടിച്ചു. ഇല്ല ഇല്ലാതെ അഭിനയിക്കാൻ ഡയറക്ടർ സാർ കോൺഫിഡൻ്റ് ആണോ? ഇല്ല.
അറിയില്ല, നമ്പാണ് ബ്രോ. നമ്മുടെ സ്കൂളിന് ആകെ കിട്ടിയ 2 ട്രോഫിയാണ്. ഏത് മത്സരത്തിന് കിട്ടിയാൽ അറിയില്ല, എന്നാലും 2 ട്രോഫി കിട്ടിയിട്ടുണ്ട്. മാർക്കിനോട് താല്പര്യമില്ല. വളരെ പിള്ളേർ നല്ലൊരു എന്താ പറയുക, അവരുടെ ഇഷ്ടമുള്ള മാത്രമേ ഉള്ളൂ. ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റണം എന്നാണ് അവരുടെ ഒരു അഭിപ്രായം. ഇനി അങ്ങനെ തന്നെയാണ് നോക്കണം. പരീക്ഷ മാറ്റാനും മുടി വെട്ടി താടിയൊക്കെ പഠിച്ചു കാര്യമില്ല. ഇവരൊക്കെ ക്യാരക്ടർ എന്നോട് താടി പഠിക്കാൻ പറയുന്നുണ്ട്. ക്ഷേമിച്ചിട്ട് മേടിച്ചാലും ഇവിടെ എച്ചവര് ആളുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ അതിനൊരു നിയമമുണ്ട്. ആണല്ലേ? അപ്പൊ ഡയറക്ടർ സാറ് താടി വെക്കണല്ലോ. ഡയറക്ടർ സാറിന്റെ ജോലിയല്ലേ? ഞാനും അതെ. ഞാൻ പഠിക്കണല്ലേ, പഠിത്തം നിർത്തി. നിങ്ങളെ കൊണ്ട് ടീച്ചർമാരുടെ തൊഴിൽ എനിക്ക് വരാൻ സൗകര്യമില്ല. നമുക്ക് വേണ്ട ഇടത്തോട്ടെ ഈ ടീച്ചർ ഉപദേശിക്കാനുള്ള ടീച്ചർ ഒന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ യുദ്ധം തീർക്കണേ. അമ്മ ഇടപെടാണ്ട് യുദ്ധം ചെയ്ത് തീർക്കാൻ പറ്റുമോ? ടീച്ചർ ഇതിൽ ഇടപെടണ്ട. ടീച്ചർ ഇതിൽ ഇടപെടണ്ട. അതെ, മിക്കവാറും ഈ കുട്ടിക്ക് ഇക്കൊല്ലം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് ഫീസ് ഇല്ലാതെ പഠിക്കുന്ന സ്കൂളാണ്. ഫീസ് ഇല്ലാതെ പഠിക്കുന്ന സ്കൂളാണ്. അപ്പൊ നിങ്ങളൊക്കെ സ്നേഹമായിട്ട് പെരുമാറുമോ? ഇങ്ങനെ ചെയ്യാൻ പാടുമോ? ഞങ്ങൾ ആരും വീട്ടിൽ ഇങ്ങനെ ആരോട് സംസാരിക്കാറില്ല. ഇല്ല, എനിക്ക് തോന്നി അമ്മയുടെ പെരുമാറ്റം. അമ്മയുടെ പെരുമാറ്റൊക്കെ ഉണ്ട്. ഇന്നൊക്കെ ഒരു ടീച്ചർ തന്നെയാണ്. എന്തായാലും നന്നായി. ഈ നല്ല മണ്ഡലം സത്യഭാമയ്ക്ക് ശേഷം അവതരിപ്പിക്കുന്നു. ആ പേര് കൂടെ പറയണ്ട. കുറച്ചു നേരം കഴിഞ്ഞാൽ അടിക്കും കണ്ണിലേക്ക് അല്ലേ, ചെറിയും മണ്ണ് നിറപ്പിട്ടടിക്കുക. പുറത്തേക്കൊക്കെ പോലെ സീന് പാടത്തും എന്റെ പരിഹാരം അറിയാം. അവരോട് എല്ലാവരും പറയും ഞാൻ 78 കൂടിയോ 84 ഒരു സെക്കൻഡ് തമിഴ്പ്പെടുത്തത്.
ഉപ്പുമാവാണ്. ഉപ്മാവോ? ഉപ്പുമാവ്, യെസ്, ഉപ്പുമാവും പിന്നെ ചട്നി ഉണ്ട്, ചായയും ഉണ്ട്. ചട്നിയോ ഉപ്മാവിലൊക്കെ? മറ്റേത് ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് ആ അവൻ ഇന്നലെ പറഞ്ഞു നീ ഇൻസ്റ്റഡി അന്ന് കണ്ട സാധനം നീ മറക്കരുന്ന രീതിയിൽ അങ്ങനെ ആ രീതിയിൽ പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാൻ ഷോർട്ട് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ബൈക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടല്ല വരുന്നത്. പ്രശ്നമില്ല. ഒരു കട്ട് വേണമെങ്കിൽ ഇവിടുന്ന് വെക്കാം. ഇവിടുന്ന് പിന്നെ ഈ ഇറങ്ങി വരുന്നത് പിന്നെ വേറെ ഷോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഒന്നുമില്ല, അത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓഡിഷൻ ചെയ്തപ്പോൾ കണ്ട ഷോട്ടുകൾ എന്നൊക്കെ വ്യത്യാസം വരുത്തുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നാവുമെന്നൊക്കെ ഒരു ടെൻഷനാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് രണ്ടാമത്തെ നിലയിൽ നിന്ന് വല്ലതും അങ്ങനെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈലില്ലേ അത് രണ്ടാമത്തെ നിലയിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഓക്കെയും പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു അങ്ങനെ അങ്ങനെയായിരിക്കും എടുക്കണേന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല. മോളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അതെന്തോ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്തോ എടുക്കും മോളിൽ നിന്നാകുമ്പോൾ എനിക്കറിയില്ല അതെങ്ങനെയാ. എന്താ പ്രശ്നം? മോളിൽ നിന്ന് നടന്നു വരുന്നു. അത് ഭയങ്കരമായിട്ട് വ്യത്യാസമായിരുന്നു. കാരണം നടന്നു പറഞ്ഞല്ലോ എസ്റ്റാബ്ലിഷിംഗ് ഒന്നുകിൽ മോളിൽ നിന്ന് എടുക്കാൻ പറ്റുക. സ്ലാബിന് മോളിക്കാണെങ്കിൽ ഇവിടെ കോണിണ്ട്. ഗേറ്റിന്റെ സംഭവങ്ങളെല്ലാം കൂടി പറ്റൂല. ഇവിടുന്ന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അങ്ങനെ അധികം എസ്റ്റാബ്ലിഷ് ആവണില്ലല്ലോ. അതുകൊണ്ടാണ് മോളിൽ നിന്ന്. പക്ഷെ മോളിൽ അല്ല അതെന്റെ പ്രോബ്ലം അവനും പറഞ്ഞു. അതുകൊണ്ടാണ് ഋതുലും പറഞ്ഞു. അതെന്താ എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് എന്താ വെച്ചാൽ പ്രോബ്ലം പറഞ്ഞാൽ മതി. എനിക്ക് മാറ്റാനതിന് പ്രശ്നമില്ല. അങ്ങോട്ടും അങ്ങനെയാണോ വേണ്ടത്? അങ്ങനെയല്ല നമ്മൾ കണ്ടത്. സജഷൻ മനസ്സിലായില്ലേ? കേരളത്തിന്റെ ലിസ്റ്റ് അധികം സമയം എടുക്കണില്ലല്ലോ. അന്ന് ഞാൻ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു മിനിറ്റ് ഒന്ന് ക്യാമറ റെഡി ആയിക്കോട്ടെ. ഒറ്റ അത് ടൈം ഓക്കെ അല്ലേ? ഓക്കെ പറഞ്ഞോ? ഓക്കെ ആണോ?
എടുക്കണേന്നും കൂടെ ഒന്ന് അങ്ങോട്ട് ടോട്ടൽ ഞാൻ പറയണേ ടോട്ടലി ഓൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു മൂഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തോ എങ്ങനെയാ മറ്റേ ഓഫീസിന്റെ മൂഡാണെന്ന് അത് ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ഒരു ഡോക്യുമെന്ററി രീതിയിലാണ് പ്ലാൻ. നമ്മൾ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഒരു ഡോക്യുമെന്ററി പോലത്തെ ഒരു പരിപാടിയാണ് അതിൽ ഭയങ്കര ഫ്രെയിമൊക്കെ ഇങ്ങനെ ഭയങ്കര വൈഡിലെങ്ങനെ ഭയങ്കര വൈഡായിട്ടും അത് സ്റ്റാറ്റിക് ആയിട്ടല്ല പോണത് ഫുള്ള് മൂവ്മെന്റ് പരിപാടികളിലൂടെയാണ് പോണത്. അത് പിന്നെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നു. ഇവർ ഇത്ര അല്ല അത് കുഴപ്പമില്ല. ഇവർ കുറച്ചും കൂടി സ്ലോ ആക്കാം. ഇവർക്കും ഭയങ്കര ഫാസ്റ്റ് ഉണ്ട്. ഇത് എവിടെ വെക്കിയത് നമ്മൾ സാധനം പോകട്ടോ ഞാൻ ജോഷി നീ ആരാ ഡയലോഗ് അറിയോ? ഇപ്പൊ ഒരാളെ മാത്രം അങ്ങനെയല്ല ചെയ്യുന്നത്. ഫസ്റ്റ് ജോഷിനുള്ള പോകുന്നു അതിന് ഓക്കെ. ഒന്നുകൂടി പറഞ്ഞേ. നീ എന്താ പ്രശ്നം? നീ സൈഡിൽ ഏത് സൈഡിലാ? അനത്തെ ജോഷി ഏത് സൈഡാ? അങ്ങനെ തീരുമാനിച്ചിട്ടുള്ള എങ്ങനെയാ നോക്കിയിട്ട് അതുപോലെ രണ്ട് സൈഡും നിൽക്കുന്നുണ്ട്. പിന്നെ പ്രശ്നമില്ലല്ലോ. ഈ സൈഡിൽ വെയിൽ അവിടെ പ്രശ്നമാണെങ്കിൽ അപ്പൊ ഇറങ്ങുമ്പോ തന്നെ നീ എന്താ പ്രശ്നം എന്ന് പറ. മൈക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ മറ്റേ വിളിക്കാൻ പോണില്ല. പറഞ്ഞെടുക്കുന്നോ പറഞ്ഞെടുക്കുന്നോ വില ചോദിച്ചോ നോക്കാം. അനിറ്റിന്റെ ക്യാരക്ടർ അങ്ങനെ കുറച്ച് ഞാൻ പൈനോക്കാൻ വേണ്ടി പോ ഇതില്ല മറ്റേ ഫോട്ടോസ് സിംഗിൾ ലൈഫ് പൊസിഷൻ മാർക്ക് ചെയ്ത് കൊടുത്തായി.
കുറച്ച് ഇത്തിരി സ്പീഡ് കുറയ്ക്കോ? അല്ല ഇപ്പൊ ഓക്കെയാണ്, ഇത്തിരി കുറച്ചാ മതി. ഇപ്പൊ കവർ ചെയ്ത് എവിടെ ട്രാക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ വെച്ചോ. സൗണ്ട് ഓക്കെ അല്ല. Scene number 5, shot number 1, take number 3. ആ മരത്തിന്റെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ പറയണ്ട പറഞ്ഞിട്ട് സ്റ്റാഫ് റൂം കയറുന്നതിന് മുന്നേ ഒരു പോസ് ഉണ്ടായിരുന്നു. ഓക്കെ, നടന്നു ഈ വെയിലിൽ ഈ പാതയിൽ കൂടെ കുറച്ച് നടന്നിട്ടാ പോകും. ഇപ്രാവശ്യം പോകും അല്ല, ഇപ്രാവശ്യം അതേപോലെ തന്നെ നടക്കണം. ഓക്കെ, എന്നിട്ട് അവിടെ ഒരു പോസ് ഉണ്ടായിരുന്നു, ഇവിടെ ആ മരങ്ങളുടെ ഇടയിലൊക്കെ ആയിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് അത് കഴിഞ്ഞ് സ്റ്റാഫ് റൂം കയറുന്നതിന് മുന്നേ ഒരു ഒന്നും പറയണ്ട എന്നുള്ള ആ ഒരു സാധനം എന്താ പറഞ്ഞത് എനിക്ക് കേട്ടില്ല. അത് അവിടെ സ്റ്റാഫ് റൂം കയറുന്നത് അത് കാണിച്ചിട്ടാണ് കയറുന്നത്. ഈ മരത്തിന്റെ ഇടയ്ക്കല്ലായിരുന്നു ബോസ്? അല്ല, നമുക്ക് ഏകദേശം ഒന്നും പിടിച്ചാൽ മതി, ഇത് കട്ടുപോകും. പാച്ചിൻ്റെ അവിടെ നോക്കിയാൽ ഈ പാച്ചിന് അതെ. ഹെൽമെറ്റ് ഹെൽമെറ്റ് അത് വിശ്വാസത്തെ സ്കൂളിലത്തെ പരിപാടി അവിടെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ സജഷൻ അല്ലേ എടുക്കുന്നത്? Roll camera. Scene number 5, shot number 5, take number 1. Action.
പെട്ടെന്ന് അല്ലേ? ആ ആ അത് കുഴപ്പമില്ല, നമുക്ക് 2 സ്ഥലത്ത് നിന്ന് എടുക്കുന്നല്ലോ നമ്മൾ. അപ്പം അത് ഫ്രണ്ടിൽ നിന്ന് പിടിക്കാണ്. ഇപ്പം ഇതേ സാധനം തന്നെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇതിന് മുമ്പ് ഇതൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ഇങ്ങനെ ജസ്റ്റ് അങ്ങനെ പോയാൽ ചേട്ടാ ഫോട്ടോ 1 2 3 4 അല്ലാണ്ടല്ലോ നമുക്ക് ക്രൂ മെമ്പേഴ്സൊക്കെ അങ്ങോട്ട് പോകേണ്ടി വരും. ഈ ചൂടിൽ കറുപ്പ് നിറപ്പ് കിട്ടുമെന്ന് എന്നെ സമ്മതിക്കണടാ. മനസ്സിലായി മനസ്സിലായി. ഓക്കെ 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 ഓക്കെ. എന്താ പറ്റി? വേണ്ട അത് പിന്നെ തുടങ്ങിയ അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമ്മുടെ ഷെഡ്യൂളിന് ചെറിയൊരു തടസ്സം വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ആരുടെയും കുറ്റമല്ല, നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ അവരുടെ പ്രെയർ നടക്കുകയാണ്. 1 മണിക്കൂർ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഷെഡ്യൂൾ ജസ്റ്റ് ഒന്ന് മാറ്റിയാണ്, പറമ്പിലേക്ക് പോവാണ്. കമാൺ അമലേട്ട അവിടെ ഇരിക്കുന്ന അമലേട്ട പ്യൂണ് പ്യൂണ് ഇപ്പം ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ കേൾക്കില്ലേ? കേൾക്കില്ലേ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ? മാറ്റണോ? ഉണ്ടാവുള്ളൂ തോന്നണം. ഭാഗ്യവശാൽ എന്താ പറയുക, ഇവിടെ പ്രാർത്ഥന നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇവിടുത്തെ ഈ ഷെഡ്യൂൾ പുനരാരംഭിക്കാൻ പോവുകയാണ്. അത് എല്ലാവർക്കും ഒരു ഗുണകരമായി തന്നെ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഷെഡ്യൂൾ ബാക്കി തീർക്കാം. റോളിംഗ് ലെഫ്റ്റ് ഹാൻഡിലായിരുന്നോ?
അങ്ങനെ ജോഷി സാർ ഒന്ന് കയറി വന്നാൽ അത് നമ്മൾ മറ്റേ സാധനം പോകണ്ടല്ലോ അപ്പം ഇത് പോവാം. ഓക്കെ ഓക്കെ പ്ലാസ്റ്റിക് ഇങ്ങനത്തെ കുട്ടികൾ വേണം. പ്രോപ്പർട്ടി ആയിട്ട് വേണ്ടല്ലോ. ഷോർട്ട് അല്ല ഇത് മൊത്തത്തിലുള്ള അറിയാതെ ക്യാമറ അൺലോക്ക് ആയി കഴിഞ്ഞാൽ roll sound. Roll camera. Scene 4, shot 1, take 1. Action. Cut. ബ്രോ Scene 4, Action. take 1. ഒക്കട്ടെ കേട്ടോ. ഒക്കട്ടെ. ക്യാമറ റോളിംഗ്. Scene 4, shot 2A, take 1. Action. നമുക്ക് 2 മണി 2 മണി വരെ നമുക്ക് വലിയ സീൻ എന്തായാലും തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു സീനുണ്ട്. ഇപ്പോൾ അവർ 3 പേര് കോൺവെർസേഷൻ അല്ലേ, അത് തീർക്കാൻ പറ്റും 1 മണിക്ക്. അത് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ ബ്രേക്ക് 11:30 ഇപ്പോൾ 1 മണിക്കൂർ കൊടുത്തപ്പോൾ മതി. അതുകൂടി കഴിയുമ്പോഴേക്കും 1 മണിയാവും. 1.5 മണിക്കൂർ കൊടുക്കുന്നത്. എന്തായാലും ഒന്ന് പോകണം, എല്ലാവരും മനസ്സിലാവുക. കളിമാർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ടീച്ചർ ഊണൊന്നും കഴിക്കില്ലേ? ടീച്ചറെ മോള് വന്നിട്ടുണ്ട്. അവളാണെങ്കിൽ എന്തിനായിട്ട് പോകുന്നത്? കുറേ നേരം Silence. Rolling. Scene 4, shot 4, take 2. ടീച്ചറെ ഊണ് കഴിക്കില്ലേ ടീച്ചറെ? കുറേ നേരം അതിനിപ്പോ എന്താ കുറേ നേരമായി ഫോൺ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. ചെറിയ കുട്ടിയൊന്നുമല്ല, എന്തിനാ എത്ര പേടിക്കണേ? പഠിച്ചിട്ടും ഉണ്ടാവില്ല. എത്ര നേരം എടുക്കണില്ലേ? എന്താ പറ്റിയേ? രാവിലെ അവധിയും കൂടി ഉണ്ടാവില്ല. തോന്നി ചെയ്യൂ. ബാംഗ്ലൂരിലൊക്കെ പിള്ളേരുടെ കാര്യം ഇത്ര നേരം കിടന്നുറങ്ങും. മണി 12 ആവാൻ പോണേ. എന്താ ചെയ്യാ, ബാംഗ്ലൂരിലെ പിള്ളേരുടെ ഇപ്പോഴത്തെ രീതി അങ്ങനെ. അതെ, എന്റെ വല്യമ്മയുടെ മോളുടെ അവിടെ താമസിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. അയ്യോ, അവരൊക്കെ തോന്നിയ സമയത്ത് വരിക, തോന്നിയ സമയത്ത് പോവുക. ഒന്നും പറയണ്ട. എന്റെ റിലേറ്റീവ് ഒരു കുട്ടിയുണ്ട്. ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ടീച്ചർ പറയുമ്പോൾ ടീച്ചർ നോക്കിക്കോ. ടീച്ചർ കഴിഞ്ഞു എന്ന് തോന്നി കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞാൽ മതി. പക്ഷെ അതൊരു നാച്ചുറൽ ഇപ്പൊ ടേക്ക് 1 ആയിരുന്നില്ലേ? ടേക്ക് 2 ആയിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അവരും സംശയിച്ചിരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ അവരോട്. അപ്പൊ തന്നെ പറഞ്ഞു പോകുന്നു, മനസ്സിലായില്ലേ? അല്ലേ ഒരു ഹോൾട്ടെ. Ready? Roll sound. Roll camera. Scene 4, shot number 4, take 4. അവളാണെങ്കിൽ ഫോണൊട്ട് എടുക്കണില്ല. അതിനൊക്കെ എന്തായാലും കുഞ്ഞു കുട്ടിയൊന്നുമല്ലല്ലോ, പിന്നെ എന്തിനെത്ര ടെൻഷൻ അടിക്കണത്? പക്ഷെ ഒന്നും ഭക്ഷണം കൂടി കഴിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അവിടെ തന്നെ എടുത്ത് കഴിക്കാറില്ലേ? തന്നെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എണീറ്റിട്ട് വേണ്ടേ? നേരെ എത്രയാ? മണി 12 ആവാൻ പോണേ. ഇത്ര നേരമൊക്കെ കിടക്കുമോ? രാവിലെ പോലും അറിഞ്ഞിട്ടുണ്ടാവും. എന്താ ഈ ബാംഗ്ലൂരിലെ പിള്ളേർക്ക് ഇങ്ങനെയാ? അവരെങ്ങനെ അറിയോ? തോന്നിയ സമയത്ത് വരിക, തോന്നിയ സമയത്ത് പോവുക. എന്റെ വല്യമ്മയുടെ മോളുടെ അവിടെ താമസിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. അവരൊക്കെ പറഞ്ഞേക്കാം, പേടിയോ തോന്നിയ സമയത്ത് ആ ചെക്കന്മാരുടെ കൂടെ കറങ്ങി നടക്കാം. ടീച്ചറെ, എന്റെ ഒരു റിലേറ്റീവിന്റെ മോളുണ്ട്. ടൈം കൺസ്യൂമിംഗ് ആണെന്നൊരു തീരുമാനം നമ്മൾ വെറുതെ ക്ലോസ് പോകണത്. ഫ്രീ ഫോൾ പോയി നോക്കാം. ഫ്രീ ഫോൾ പോകാം. ഇതേ സെയിം കൊറിയോഗ്രാഫി കേട്ടോ. ഫ്രീ ഫോൾ അല്ല, ഫ്രീ ഫോൾ ട്രാക്ക്. എടാ ഋതുവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? അവന്റെ ആകുമ്പോൾ എന്ന് പറയുമ്പോഴേക്ക് അത് ഗ്ലാസ്സിന് വെള്ളം കുടിക്കാനും സമയക്കണം. കുറെ ഗ്ലാസ് അത് കുടിക്കാനൊന്നും സമയത്തോ അത് പുറത്തേക്ക് കവിഴ്ത്തോ ഇറങ്ങി പോരാ.
റെഡിയാണേ അല്ലേ റെഡിയാണെന്ന് പറയണോ? ആ പറയാം. Roll sound. Silence outside, silence. Rolling. Roll camera. Rolling. Scene 4, shot 6, take 1. Action. ചെറിയ കുട്ടിയൊന്നുമല്ല പിന്നെ എന്താ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അവിടെ തന്നെ കഴിക്കില്ലേ രാവിലെ അറിഞ്ഞോ ഇത്ര നേരത്തെ കിടക്കും മണി 12 ആവാൻ പോണേ ഫാമിലിയിലെ കുട്ടികളുടെ ഓരോ വീഡിയോയ്ക്ക് ഉണ്ട്. പിന്നെ ഞാൻ ആലോചിക്കണത് എന്താ വെച്ചാൽ കട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങ് ചെറുതായിട്ട് പിടിക്കാന്ന് വിചാരിച്ചിട്ട് ആ രീതിയിലാണ് ചെറിയ ഇമോഷൻ. അതെ അതെ ആൾക്കാർ പിന്നെ അതെ അതെ Sound on. Camera on. Scene 4AA, shot 1, take 2. Action. Cut. ഇങ്ങോട്ടോ രഹന എവിടെ നിൽക്കുന്നത് കിട്ടിയാ വിളിച്ചു പറഞ്ഞു ഇവിടെ അല്ലേ രഹന എവിടെയാണ് രഹന
ടീച്ചർ റെഡിയാണോ? ആ ഞാൻ പറയാം. സൗണ്ടോ? സൗണ്ടില്ല. റെഡിയാ? ഇത് മാത്രമല്ല, റിയാക്ഷൻ മാത്രം. ആ അത് വേണം വെക്കാം കേട്ടോ. ഫാനിട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഫോണല്ല ഫാനിട്ടാലും വലിയ പ്രശ്നമൊന്നുമില്ല. ആ വേണം 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 വേണം. അല്ല അതൊന്നും കുഴപ്പമില്ല. നോക്കോളൂ. സീൻ 4 ഷോട്ട്. Roll camera. Rolling. Scene 4 short time. Action. ടീച്ചറിന്റെ കുറേ നേരം ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. ഇത് ഊണെന്ന് കഴിക്കുന്നില്ലേ? എന്റെ ടീച്ചറൊന്നും പറയണ്ട. മോള് വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. രാവിലെ ഞാൻ വന്നതുപോലെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ രാവിലെ വിളിച്ചോണ്ടിരിക്കുമായിരുന്നു. കഴിച്ചു ആവും. കൊച്ചു കുട്ടിയൊന്നുമല്ല, അവിടെ ഒന്നും തന്നെ കഴിക്കില്ലേ എടുത്തിട്ട്? എന്താ ചെയ്യുക, ഇപ്പോഴത്തെ പിള്ളേരുടെ ഉള്ള കാര്യം. മുട്ടിന് മേലെ പാവാട, ടൈറ്റ് ഡ്രസ്സ്, പിന്നെ വീട്ടിൽ വന്നാൽ പിന്നെ ചെറിയ ട്രൗസർ ഇട്ടൊക്കെ നടക്കുക. എന്താ പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ ആയാലോ? എന്താ ചെയ്യാം, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ടീച്ചർ ടെൻഷൻ നൽകിയിട്ടുണ്ടാവില്ല. ഇത് എന്താണ് നമ്മളിവിടെ അറിയുന്ന ടീച്ചറാണ്. പിന്നെ ടീച്ചറുടെ കയ്യിലാണ് ഈ ഓൾ മാത്രം. അല്ല അതായത് ടീച്ചറുടെ കയ്യിലുള്ള ഈ സീനിലാണ്. ഫുള്ളായിട്ടുണ്ടാവില്ല. റെഡിയല്ലേ? റെഡിയല്ലേ? ടീച്ചർ വരണം എന്നുണ്ടെങ്കിൽ അത് വേറെ യൂസ് ചെയ്തോ. പക്ഷെ ഓവർലാപ്പിച്ച് പറയല്ലേ, കഴിഞ്ഞതിന് ശേഷം മാത്രം പറഞ്ഞാൽ അതെന്താ മനസ്സിലായി. എന്താ അംശം? ആ ആ ആ ഇന്ന് ഫൂട്ടേജൊക്കെ ഒന്ന് നോക്കാം. എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം ഹാഫ് ദിവസം കൂടി ഉണ്ട്. കറക്റ്റ് ഫൂട്ടേജസ് ഒന്ന് ചെക്ക് ചെയ്യാം മൊത്തം. 220 എണ്ണം ഉള്ളതെന്ന് വൈദ്യുതി അത് ഒന്നുകൂടി അത് അവസാനം കിട്ടാൻ വേണ്ടിയിട്ട് ക്യൂ കൊടുത്തിട്ട് ഒരു കുഴപ്പമില്ല. കേട്ടില്ലേ ഇത് പറഞ്ഞത്? ഇവിടെ പറഞ്ഞ് കേട്ടില്ലേ? അത് ആ ക്യൂ കൊടുക്കുന്നത് അത് കുഴപ്പമില്ല. പോട്ടെ, അത് പോട്ടെ, അത് നോക്കണ്ട. വേണ്ട, കിട്ടില്ല, ഫ്രെയിമിലില്ല. Roll sound. Roll sound. Roll camera. C4B, shot 3, take 1. Action.
പൊളി 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 കോമഡി സാധനം. കുഞ്ഞുണ്ണി എങ്ങനെ ബ്ലൂ ഷർട്ടാ വന്നേ? വീട്ടിലോ ക്യാഷ് വിളിച്ചു വന്നോ? ഇത് എന്താ പറ്റേ? ഇത് തന്നെ ഈ സാധനം തന്നെ ഇൻഡിവിജ്വലി പോകാനാണ് നമ്മുടെ പ്ലാൻ. കാരണം ഈ റിയാക്ഷൻ വരുന്ന രീതിയിലാണ് ഇങ്ങനെ നമുക്ക് ബിഹൈൻഡ് ദ സീൻസ് ആണ്. ഡയറക്ടറുടെ അമ്മ, പ്രൗഡ് മൊമെന്റ് ആണെങ്കിലും ഡയറക്ടറുടെ അമ്മ കൂടാതെ ഇവരുടെ രണ്ടുപേരുടെയും കൂടി അമ്മയാണ്. ഡയറക്ടറുടെ അമ്മ പ്രൗഡ് മൊമെന്റ്. അവസാനം ഇയല്ലേ സമൂസ എന്ന് പറഞ്ഞത്? ഉള്ളിവടേക്ക് എല്ലാവരുടെയും പ്രൊഡിക്ഷൻ തെറ്റി. ഈ ഏതായിരുന്നു എൻ്റെ പ്രൊഡിക്ഷൻ? ഏതായിരുന്നു? ഈ ബോളിയായിരുന്നു. എല്ലാവരുടെയും പ്രൊഡിക്ഷൻ തെറ്റി. ഉള്ളിവട ഞാൻ പറഞ്ഞു, ഉള്ളിവടയായിരുന്നു. ഇച്ചേട്ട സമൂസ പറഞ്ഞത്. ഇവിടെ ഒരു പണിയില്ലാത്ത കുറെ ആൾക്കാര് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. 3 മണി മുതൽ ചായയുടെ കടി ഏതാന്നുള്ളതിന്റെ പേര് വെറുതെ ഫുഡിന് വേണ്ടി അവന്മാര് എന്താണ് ഫുഡ് ഇവിടെ ഷോട്ട് തീരുമെന്നുള്ളതിലെ ടെൻഷൻ ഇല്ല. ചായക്ക് കടി എന്താവും, ചായയുടെ കടി എന്താവും, അതിന്റെ ടെൻഷൻ. എന്താണ് ടീച്ചർ ഇത്രയും നേരത്തെ ഷൂട്ടിന് എന്താണ് പറയാനുള്ളത്? വളരെ ക്ഷീണിതയാണ്. 4 മണി കഴിഞ്ഞാൽ സാധാരണ ഞങ്ങൾ സ്കൂളിൽ നിൽക്കാറില്ല. ടീച്ചറിന് ചായ കുടിച്ചോളൂ, ചായ റെഡിയാണ്. അതെ നേരത്തെ സൈലൻസ് പറയണേ. ഓക്കെ അതെയാണോ? നിങ്ങളെ ഡിസ്ട്രാക്ഷൻ മാറ്റം പറയണോ? ഈ ആംഗിൾ വേണ്ട കേട്ടോ, ഈ ആംഗിൾ വേണ്ട. ഇതെന്താ? ഇത് വേണ്ട, കുറച്ചുകൂടി
ഫ്രെയിം ഭയങ്കര മോശം. കുറച്ചും കൂടി ഇത് രണ്ടുപേരും കിട്ടുന്നത് ഈ പെർഫോമൻസിന് മാഷിന്റെ ഈ ഫ്രെയിം സാധനം ഒരു സുഖമില്ല. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ഫ്രെയിമിന് രണ്ടാണ് കിട്ടണം. പക്ഷേ അതെ അതെ ഓക്കെടാ 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 ഡൺ. ഫോൺ വിളിക്കുന്നവരല്ല, ഫോൺ കൊടുക്കുന്നവരല്ല ഞാൻ പറഞ്ഞത്. അല്ല ടീച്ചറുടെ ഡയലോഗ് കഴിഞ്ഞാലോ ചോദിക്കാൻ. അല്ല ടീച്ചറുടെ ഡയലോഗ് ഞാൻ ഒരു സൈലൻസ് പറഞ്ഞു. Roll sound. Rolling. Roll camera. Rolling. Scene 4B, shot 2, take 1. Action. Silence, please. Rolling. Roll camera. Rolling. Scene 4B, shot 2, take 2. Action. ഞാൻ പോകുന്നതിലേക്ക് തന്നാൽ മതി. എനിക്ക് പരിസ്ഥിതി അറിയാം. നമുക്ക് അവിടെ നിന്ന് കൊടുക്കും. Cut. കുഴപ്പമൊന്നുമില്ല. Okay, അടുത്ത. സെറ്റാണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? Okay, okay. ഏയ് ആ, ഇവിടെ. Sound ready? Camera ready? Scene number 4B, shot 2B, take 1. Action. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കാര്യം ചെല്ലില്ല, അതുകൊണ്ട് പ്രൊഡക്ഷൻ എന്ന് അറിയില്ല. ഇന്ത്യക്ക് വെള്ളം തരുന്ന പ്രൊഡക്ഷൻ അല്ല. എങ്ങനെ 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 സൺ റൗണ്ട് ആണ്. ലൈറ്റർ എങ്ങനെ വേണമെങ്കിലും വരുമല്ലോ. അതൊന്നുകൂടെ അപ്ലിക്കബിൾ അല്ല. അതൊന്നും അപ്ലിക്കബിൾ അല്ല. ചെരിഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെ എഡ്ജ് റൗണ്ട് ആവാനുള്ള ചാൻസസ് എന്താണ്?
അതായിരിക്കില്ലേ? അത് പറഞ്ഞ മനസ്സിലായി. സൂര്യഗ്രഹണത്തിന്റെ ഷാഡോസ് ഫുള്ള് സൂര്യഗ്രഹണം പോലെ തന്നെ ഉണ്ടാവുക, എല്ലാ ഷാഡോസും. അതേപോലെ സണ്ണ് റൗണ്ട് ആയതുകൊണ്ടാണെന്നാണ് ലെതർ ടീച്ചർ മലയാളം ടീച്ചർക്ക് ഇത്രയും അറിവുള്ളത്. എല്ലാവരുടെയും കൂടി നിഗമനങ്ങളെല്ലാം അവസാനം നമുക്കൊരു എല്ലാം വീഡിയോയിൽ വരുന്നത് പുറത്തിറങ്ങിയ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണതാണ്. അത് ശരി, ഇതെന്തായാലും പുറത്ത് കേട്ടോ, യൂട്യൂബിൽ വൈറലാക്കും. ടീച്ചർ വിളിച്ച് ബാക്കി എല്ലാവരും ആ സീൻ അങ്ങോട്ട് കയറി. ഞാൻ വിചാരിച്ചു എന്തോ വലിയ കാര്യം ചെയ്തോണ്ടിരിക്കുന്നു. ഷട്ടിങ് ഡൗൺ ഒന്ന് എല്ലാവരും ഓരോന്നും ഇതെടുത്ത് ക്ലാസ്സാക്കി ഇടേണ്ടതാണ്. റഷീദ് ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്, ബി ടെസ്റ്റിൽ ഇതൊക്കെ നോട്ട് ചെയ്യും. എന്താ എടുക്കാത്ത പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണോ? അതിനത്ര അധികം ഇല്ലല്ലോ, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നീ? ഓ എന്നൊരു സോഡയും കൂടി കേട്ടോ. പ്യൂണിന്റെ ഇത്രയും കാലത്തെ വെയിറ്റിംഗ് അങ്ങനെ തീർന്നിരിക്കണു. ഫസ്റ്റ് ഷോട്ട് അഭിനയിക്കാൻ പോവാണ്. പോയിട്ട് മേടിച്ചിട്ട് തരാൻ എന്തേലും കളന കിട്ടിയാ കള്ളനോ? ഓ ഇല്ല, പ്രസന്റേഷൻ ഉള്ളിയോടെ തീർന്നു. ആ 5 ആരാ കഴിച്ചത്? ആരാ? അതില് എവിടെ? എനിക്ക് കിട്ടിയില്ല. ഇവൻ എന്റെ 4 കഴിച്ചു. ഉള്ളിവട തീരാനുള്ള മെയിൻ 4 ഇവൻ കഴിച്ചു. 5 ഉള്ളിവട. ഇവിടെ 5, അവിടെ 5, 10. പ്രൊഡക്ഷൻകാർ ഇത് കൊണ്ടുവരും, ബിരന്നെ കിട്ടും, 10 തീർക്കും, ബാക്കിയുള്ളവർക്കില്ല. ഉറപ്പാണോ? ഇവൻ 5 കഴിക്കുന്ന കണ്ടില്ലേ? 5 കണ്ടില്ലേ? അതെ, കരച്ചിലൊക്കെ വരും. ഇതിനാണോ ബ്രോ ചോദിച്ചു പഠിക്കാൻ പറയണേ? Cameo role by Annette teacher. അതെ. AKA ഭാവന. അതെ.
അതായത് ഈ രഹനാന്ന ക്യാരക്ടറിനെ ഇറങ്ങി പോകുമ്പോൾ ഇവിടുന്ന് ക്യാമറ അങ്ങനെ പോകും. അങ്ങോട്ട് ഫേസ് ചെയ്തോണ്ട് ഇല്ല പോട്ടെ 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 റെഡി റെഡി ഓക്കെ ബ്രോ രഹന ഓക്കെ സൈലൻസ് പ്ലീസ് സൈലൻസ് റോൾ ക്യാമറ സീൻ 4B ഷോട്ട് 5 ടേക്ക് 1 ആക്ഷൻ Scene number 4B, shot 5, take 2. ഇതൊക്കെയാണോ Close അല്ലേ? Close അല്ലേ? സൈലൻസ് Camera rolling. Scene 7, shot 1, take 2. Action. എന്താണോ ഈ ശനിയാഴ്ച രാവിലെ തന്നെ വീട്ടിലുണ്ടോ ശനിയാഴ്ച പോയി വേഗം സ്കൂൾ വന്ന് പറഞ്ഞു ഇഷ്ടം പറഞ്ഞിട്ട് അവർ അത്യാവശ്യം ഉണ്ട് വേഗം വന്നിട്ടോ വന്നിട്ട് പറയാം Silence, please, silence. Camera rolling. Scene 7, shot 1, take 2. Action. ഹലോ രാഘവേട്ടാ വീട്ടിലുണ്ടോ Camera roll. rolling Scene 7, shot 1, take 3. Action.
വന്നിട്ട് പറയാം. ഒരു സ്ഥലം വരെ പോകാനാ. ഹലോ 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 ടീച്ചറേ എത്ര 60 അവരുടെ 60 വരും 69 വരും. അപ്പോൾ 1,45,000 വള്ളി ഉണ്ടോ? സിനിമാറ്റോഗ്രഫി ചെയ്യുന്ന സമയത്ത് എക്സ്പോഷർ ഇതല്ലേ എക്സ്പോഷർ അത് പല രീതിയിൽ ട്വീക്ക് ചെയ്ത് അത് ഇല്ല ഞാൻ മാറ്റൂല. അല്ല മാറ്റി ഫോറിലിരുന്നോട്ടെ ഫോറിലോ? എന്നിട്ട് ആ 4. ടീച്ചറുടെ ഫോണാണ് ഈ അടിക്കുന്നത്. ആർക്കാ? നിങ്ങളുടെ എത്ര എന്തായാലും ഇല്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. സന്തോഷമായി. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? അസിസ്റ്റന്റ് കിട്ടിയാൽ വളരെ സന്തോഷമായി. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഉണ്ട്, എന്നോട് C1 നിൽക്കാനല്ലേ പറഞ്ഞത്. ഓക്കെ, ഇപ്പോഴാണ് റെക്കോർഡിങ്. ഓ, അറിയില്ലായിരുന്നു. ഇപ്പോഴാണ്. എന്നാ എന്തേലും പറ. പറയാനുള്ളത് നമ്മളിപ്പോ വൈകുന്നേരമായി ചായ കുടിച്ചു, ഉള്ളിവട കഴിച്ചു. ഉള്ളിവട പെട്ടെന്ന് തീർന്നു. അതുകൊണ്ട് ആരെ തീർത്തേന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മള് സമൂസ മേടിച്ചിട്ടുണ്ട്. സമൂസ എത്തിയിട്ടുണ്ട്. ടീച്ചറെ വിളിക്കണം. അതുണ്ട്. ഇന്ന് രാത്രി നീ വേറെ മറ്റേ സാധനം ബിഹൈൻഡ് ദ സീൻസ് ഉള്ള അനുഭവങ്ങൾ. ക്യാമറയുടെ കാര്യമാണല്ലോ, നമ്മുടെ കഥയുടെ കാര്യമാണല്ലോ. ഈ പടത്തിന് ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഇതിനെപ്പറ്റി നമ്മുടെ സീരിയലിനെ പറ്റി നല്ല അഭിപ്രായം. എഡിറ്റ് ചെയ്ത് കാണണം. ഇപ്പോൾ ഈ മേക്കിംഗ് സ്റ്റൈല് ഏകദേശം മനസ്സിലായില്ലേ? അതിനെപ്പറ്റി എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു യൂഷ്വൽ മേക്കിംഗ് അല്ലല്ലോ, കണ്ടാലേ മനസ്സിലാവുള്ളൂ മൊത്തത്തിലുള്ളൊരു. അതെ, അതല്ലാതെ ഇപ്പോൾ ഒരു ജഡ്ജ്മെന്റ് ഞാൻ പറയുന്നത് ശരിയല്ല. ശരിയാണ്. HMന്റെ അഭിപ്രായം എന്താ? വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. ആദ്യമൊക്കെ എനിക്കൊരു ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും ബാക്കി ഇപ്പോൾ അത് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. യെസ്, ഏതാ മാറ്റണ്ടേ? പ്രസയാ? പ്രസന്റ് എടാ നാണം ഉണ്ടോടാ? ചെറിയ കുട്ടികളാ. ചിപ്സ് ഷുഗർ കഴിക്കാത്ത 2 പേരുടെ മുന്നിൽ ഷുഗർ കഴിക്കുന്നു. നീ ഇങ്ങനെ ഓർമ്മ വയ്ക്കരുത്, ഇത്ര മെമ്മറി വയ്ക്കരുത്. ഇതൊന്നും ശരിയല്ല. കോലുമിട്ടായി പ്രായമൊന്നുമില്ല.
റെഡി മുത്തശ്ശ. ഞാൻ PM വാസുദേവൻ ഭട്ടതിരിപ്പാട് പൊതുവായമന. എൻ്റെ പേരക്കുട്ടി അങ്കിരസ് എന്ന അങ്കുട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു ഷോർട്ട് ഫിലിം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ പരിചയക്കാരുമായ ഒരുപാട് ചെറുപ്പക്കാരുടെ അത്യധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ റീത്ത് വിജയത്തിലെത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുവാൻ പ്രത്യേകം സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. പോരെ? അങ്കിരസ് അങ്കുട്ടൻ എന്ന പേരുള്ള അയാൾ കോളേജിൽ പഠിച്ച് അതിനുശേഷം BCA പാസ്സായി MCAക്ക് പോകാനാണ് ഞങ്ങൾ കുടുംബത്തിൽ എൻ്റെ മിസ്സിസും ഞാനും നിർബന്ധിച്ചത്. പക്ഷേ അയാൾക്ക് അതിലൊന്നുമല്ല താല്പര്യം, സിനിമ ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും താല്പര്യം. അതിനുള്ള സാഹചര്യങ്ങളും അയാളോട് ബന്ധപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കളും എല്ലാവരും അത്യുദ്ധാനം ചെയ്യാൻ തയ്യാറായത് കൊണ്ട് ആ ഫീൽഡിലേക്ക് ഇറങ്ങി കുറേയൊക്കെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും സഹായിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ഓക്കെ.